ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ നീണ്ടൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന JS ഫാമിനെ പറ്റിയിട്ടാണ്. അങ്ങനെ പറഞ്ഞ ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. നീണ്ടൂർ പാർക്ക് എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ ടിക്കറ്റിന് പെർ പേഴ്സൺ 50 rupees ആണ്. നമ്മുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഒരു കൃഷിത്തോട്ടം എന്നതിനുപരി പക്ഷികളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരിടം കൂടെയാണ് RK ഫാം ഹൗസ്. ശരിക്കും എൻട്രൻസിൻ്റെ ആ ഭാഗത്തല്ല നമ്മൾ പോയിരിക്കുന്നത്. എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് കുട്ടികളുടെ പാർക്കായിട്ടാണ് വരുന്നത്. ഇവിടെ പ്രാവിൻ്റെ കൃഷിയുണ്ട്. ഷൂവും തൊപ്പിയുള്ള ഒരുപാട് കളറ് പ്രാവുകളുണ്ട് ഇവിടെ. ഇവയെ വളർത്തുകയും പരിപാലിക്കുകയും അവർ നന്നായി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയിരിക്കുന്നത്. അച്ഛനും ഏട്ടനും അമ്മയും ഏടത്തി അമ്മയും കുട്ടിയും എല്ലാവരും ഉണ്ട്. അവിടുത്തെ മെയിൻ ഞങ്ങളുടെ ഹോബി ഫോട്ടോ എടുക്കൽ തന്നെയായിരുന്നു. എല്ലാവരും സെൽഫിയും കാര്യമായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. വളർത്തുമൃഗങ്ങൾ മുയൽ, കരിങ്കോഴി, അലങ്കാരക്കോഴി എന്നിങ്ങനെയും വളർത്തു പക്ഷികൾ പ്രാവ്, ലവ് ബേർഡ്സ് എന്നിവയും കൂടുതൽ ആകർഷകമാക്കുന്നതും പാതയുടെ ഇരുവശങ്ങളിലുമായി ജാതി തോട്ടങ്ങളുമുണ്ട്. ഇതിലൊരു ഓറഞ്ച് കളറുള്ള ഫിഷ് ഉണ്ടായിരുന്നു. അവന് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു ഭംഗിയുള്ള കളറ്. ആ വെള്ളത്തിൽ കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ ചെറുതായിട്ട് കാണാം ഓറഞ്ച് കളറുള്ള ഒരു ഫിഷ് ഇതിലൂടെ ഇങ്ങനെ ഓടുന്നത്. ബോട്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 2 പേർക്ക് 50 രൂപയും 4 പേർക്ക് 100 rupeesമാണ് അതിന് ചാർജ്. ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പെഡൽ ബോട്ടാണ്. കാശ് കൊടുക്കുകയും പോരാ, നമ്മൾ ഇരുന്ന് ചവിട്ടുകയും വേണം. അത് കാരണം ഞങ്ങൾ ആരും അതിന് മുതിർന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്.
സൂം ചെയ്തെടുക്കട്ടെ. ഇതെന്നാന്നറിയോ? ഒക്കെ അറിയത്തില്ല. അവൾ ആ പൂവൊന്നും കണ്ടിട്ടില്ല അല്ലേ തമ്പു? എന്താ പറ? ലോട്ടസാ? ഓ വെരി ഗുഡ്. എന്നാ എണീക്ക്, ചെരുപ്പൊക്കെ ഇട്. തിന്നാൻ വേണോ? കഴിക്കാൻ വാങ്ങി തരണോ? എന്നാ ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വരട്ടെ. ബൈ. ശരി. ഏതാണ്ട് 28 ഏക്കറാണ് ഇതിൻ്റെ വിസ്തൃതി. ഇരുവശമുള്ള തെങ്ങിൻ തോട്ടത്തിന് നടുവിലായി മത്സ്യകൃഷി ഒരുക്കിയിരിക്കുന്നു. തമ്പുരു ആകെ വഴക്കിലായിരുന്നു. കുട്ടികൾക്കുള്ള പാർക്കിലേക്ക് പോവാന്ന് പറഞ്ഞ് അവൾ ആകെ തെറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് അവിടേക്ക് പോവാം. അതിന് മുന്നേ നമുക്ക് ചായ എന്തെങ്കിലും കുടിക്കാനും കയറാം. ഇവിടെ നിന്ന് ഞങ്ങൾ ഷെയ്ക്കും പിന്നെ ചിക്കൻ നൂഡിൽസും ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു. ഇതിന് മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഒരു പ്രാവശ്യം കപ്പ ബിരിയാണി കഴിച്ചിരുന്നു. ഇവിടുത്തെ ഫുഡൊക്കെ നല്ലതാണ്. കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു പാർക്കും ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഒരു ചെറിയ പാർക്കിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. എങ്ങനെയാണ് മേലെ കയറിയേ? ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് പിന്നെയും കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ സബ്സ്ക്രൈബും ചെയ്തിരിക്കണേ.